ശോഭാ സുരേന്ദ്രനെ പരസ്യമായി പോരിന് വിളിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടും തന്നെ പാർട്ടി വിളിച്ചു വരുത്തിയെങ്കിൽ അതിനർത്ഥം താൻ പറയാതെ തന്നെ ശോഭയ്ക്ക് ഊഹിക്കാമല്ലോ എന്ന് പറഞ്ഞ രാജീവ്, തന്നെക്കാൾ വലിയ ആളാണെങ്കിൽ കള്ളപ്പണി നിർത്തി മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ നോക്കണം എന്ന് പറഞ്ഞാണ് ഈ വെല്ലുവിളി നടത്തിയത്. ശോഭാ സുരേന്ദ്രൻ ആളുകളെ വഴി തെറ്റിക്കുന്നുവെന്നും തെറ്റായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് പാർട്ടിയെ ജനങ്ങളിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു എന്നും രാജീവ് ചന്ദ്രശേഖരൻ പറയുകയുണ്ടായി. ശോഭാ സുരേന്ദ്രന് പാർട്ടിക്കകത്തും ആളുകൾക്കിടയിലുമുള്ള ജനസമിതി തീരെ ചെറുതല്ല. അങ്ങനെയുള്ള സമയത്ത് രാജീവ് നടത്തുന്ന ഈ വെല്ലുവിളി പാർട്ടിക്ക് മൊത്തത്തിൽ ക്ഷീണം തന്നെയാണ് ഉണ്ടാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ വലിയ ബഹളങ്ങളുമായി ഒക്കെ ഈ പാർട്ടിയിൽ വന്നതാണെങ്കിലും അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഏകദേശം മനസ്സിലായ അവസ്ഥയിലാണ് ഇപ്പോൾ BJP. സംസ്ഥാനത്തുള്ള മറ്റു നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും പാർട്ടിയുടെ പ്രധാന സ്ഥാനം വഹിക്കാനുള്ള തന്റേടമുള്ള ആൾ തന്നെയായിരുന്നു രാജീവിനെ തലപ്പത്തെത്തുമ്പോൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ അതൊരു പരിധിവരെ ശരിയാണെന്ന് അദ്ദേഹം തന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് തെളിയിച്ച കാര്യവുമാണ്. ഇതൊക്കെ തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഞാഞ്ഞൂലുകളെ ചൊടിപ്പിച്ചിരിക്കുന്നതും. തുടക്കം മുതൽ തന്നെ പാർട്ടിക്കുള്ളിലെ ഈ ഒരു കലിപ്പ് മനസ്സിലാക്കിയ രാജീവ് അതിനനുസരിച്ചായിരുന്നു കരുക്കൾ നീക്കിയിരുന്നത്. എന്നാൽ പ്രാദേശിക നേതാക്കളുടെ ഒരു കൂട്ടം തന്നെ ശോഭാ സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നതിനാൽ ഈ വരത്തന് എപ്പോഴും പടിക്ക് പുറത്തു തന്നെയാണ് സ്ഥാനം. ഇതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന കോർ കമ്മിറ്റി യോഗം. BJP സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം രാജീവ് ചന്ദ്രശേഖർ വിളിച്ചു ചേർത്ത ആദ്യത്തെ കോർ കമ്മിറ്റി യോഗം നിർണായക തീരുമാനങ്ങളൊന്നും എടുക്കാതെയാണ് പിരിഞ്ഞത്. വാർത്താ സമ്മേളനത്തിലും പങ്കെടുത്തില്ല. മുരളീധരൻ, PK കൃഷ്ണദാസ് പ്രശ്നങ്ങൾക്കെതിരെ കേന്ദ്ര നേതൃത്വത്തിനോട് പരാതിപ്പെട്ടിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. 4 വിധം വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരെയും ട്രഷററെയുമാണ് നിശ്ചയിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആശയക്കുഴപ്പത്തെ തുടർന്ന് യോഗം പിരിയുകയായിരുന്നു. പലരും ഓൺലൈനായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തത് പോലും. മുതിർന്ന നേതാക്കളെല്ലാം ഒഴിവാക്കി മുരളീധരൻ പക്ഷക്കാരായ ജനറൽ സെക്രട്ടറി P സുധീറിനെയും സെക്രട്ടറി S സുരേഷിനെയുമാണ് വാർത്താ സമ്മേളനത്തിൽ വിട്ടത് തന്നെ. ആ പക്ഷത്തിനൊപ്പം നിൽക്കുമെന്നതിന്റെ സൂചനയാണോ എന്ന സംശയം മറുവിഭാഗത്തെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. നിലവിലുള്ള നേതാക്കളെയും വിഭാഗങ്ങളെയും ഞെട്ടിച്ചുകൊണ്ടാണ് വ്യവസായിയും ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമയുമായ രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചത്. പ്രസിഡന്റാകാൻ രംഗത്തിറങ്ങി ഒതുക്കപ്പെട്ട ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസ് നോട്ടമിട്ടിട്ടുമുണ്ട്. ശോഭാ സുരേന്ദ്രനെ യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദ്ദൂർ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റർ ഇട്ടിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് പതിവാതിൽക്കൽ നിൽക്കുന്ന സമയത്തുള്ള ഈ വെല്ലുവിളികൾ പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം തീരെ ചെറുതല്ല എന്ന് വേണം പറയാൻ. കൊണ്ടു നടന്നതും നീയേ ചാത്ത, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാത്ത.